ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാ കാലത്തിൻ്റെ ഏതാണ്ട് ഒടുവിലോടടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോട് അടുക്കുമ്പോൾ ഭൂമിയിലുള്ളതായ കർത്താവിനെ സേവിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ പറയുകയാണ്. അന്ത്യകാലത്തിൻ്റെ അവസ്ഥ പറയുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. അന്ന് മനുഷ്യരുടെ സ്വഭാവം എന്തായിരിക്കും? 5-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. നാം ഇന്ന് ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ ഭക്തിയുടെ വേഷം ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പുള്ളതായ ഒരു ശുശ്രൂഷയിൽ ഭക്തിയുടെ വേഷത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഇന്ന് അന്ത്യകാലത്ത് മനുഷ്യൻ, ക്രിസ്ത്യാനികൾ എന്ന പേരുള്ള ഈ സമൂഹത്തിൽപ്പെട്ടവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒരു കാര്യം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച്
ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അപ്പോസ്തലനായ പൗലോസും ബർണബാസും ലുസ്ത്ര, ദർബ തുടങ്ങിയതായ സ്ഥലങ്ങളിൽ ചെന്ന് ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയാണ്. അവരുടെ സുവിശേഷ യാത്രയുടെ സുവിശേഷ വേലയുടെ ഭാഗമായി ഒരിക്കൽ ആ ദേശങ്ങളിൽ ചെന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ചു. അവിടെ ധാരാളം വിശ്വാസികൾ ഉളവായി. അങ്ങനെ ഒരു സഭ അവിടെ ഉണ്ടായി, ഒരു ക്രിസ്തീയ സഭ അവിടെ ഉണ്ടായി. എന്നാൽ വീണ്ടും ആ ദേശത്തേക്ക് സന്ദർശിച്ച് അപ്പോസ്തലനായ പൗലോസ് അവരെ പ്രബോധിപ്പിക്കുകയാണ്, നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. എന്താണ് ഈ കഷ്ടത? ഈ കഷ്ടത എന്താണ് എന്ന് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ തന്നെ കാണിച്ചു കൊടുത്തതാണ്. ഇന്ന് ക്രിസ്ത്യാനികളായിരിക്കുന്നവർ ഭക്തിയുടെ വേഷം ധരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപ്പോസ്തലൻ കാണിച്ചു തരുന്ന ഭക്തി എന്ന് പറയുന്നത് അത് അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ നാം കടക്കേണ്ടതാകുന്നു എന്നുള്ളതാണ്. നമുക്ക് നേരെ വരുന്നതായ ആരോപണങ്ങൾ, ആക്രമണങ്ങൾ, ശാരീരികമായ തന്നെ പീഡനങ്ങൾ, നമുക്ക് എതിരെ വരുന്നതായ ഭീഷണികൾ, ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ്. ക്രിസ്ത്യാനികൾ ഇതൊക്കെയും സഹിക്കേണ്ടതാണ് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇവിടെ അപ്പോസ്തലൻ ശാരീരികമായി തന്നെ വളരെ സങ്കടവും കഷ്ടവും അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഈ ലുസ്ത്രയിലേക്ക് സുവിശേഷവുമായി അപ്പോസ്തലനായ പൗലോസും ബർണബാസും കടന്നുപോയി. അവിടെ ചെന്ന് അവർ സുവിശേഷം അറിയിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 14:8 മുതലുള്ളതായ ഭാഗം വായിക്കുമ്പോൾ അതിമനോഹരമായ അനുഭവങ്ങളാണ് ഈ അപ്പോസ്തലന്മാർക്ക് കിട്ടിയത്. അപ്പോസ്തലനായ പൗലോസിനും ശിഷ്യനായിരിക്കുന്ന ബർണബാസിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് അവരുടെ ജീവിതത്തിൽ അവർ വ്യക്തമായിട്ട് അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഇത് വായിക്കുമ്പോഴും ഇത് ധ്യാനിക്കുമ്പോഴും ഇത് നിങ്ങളോട് പറയുമ്പോഴും എൻ്റെ ഹൃദയത്തിലും ഒരാഗ്രഹമുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ളതായ അനുഭവങ്ങൾ ലഭ്യമാകുവാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ വാസ്തവമായിട്ട് ഒന്ന് അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം കിട്ടണം. സത്യമാണ് ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു. ഇത് പരമസത്യമാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. അവസാന കാലത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് ഒന്ന് വന്നാൽ, ശരിയായ കർത്താവായ യേശുക്രിസ്തു ആകുന്ന അടിസ്ഥാനത്തിലേക്ക് ഒന്ന് വന്നാൽ, മറ്റെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയാൽ, ദൈവത്തിന് സ്തോത്രം, ഈ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നമുക്കും അനുഭവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് വായിക്കാം 8-ാം വാക്യം. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അപ്പോസ്തലനായ പൗലോസും ബർണബാസും സുവിശേഷ വേലയുമായി ലുസ്ത്രയിലേക്ക് ചെല്ലുന്നു. സുവിശേഷം അറിയിക്കുന്നതിനുള്ളതായ രംഗം ഒരുങ്ങി വരികയാണ്. ആ സമയത്താണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കാലിന് മുടന്തുള്ള, ശേഷിയില്ലാത്ത, നടക്കാൻ കെൽപ്പില്ലാത്തതായ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ഈ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗം കേൾക്കുകയാണ്. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി, സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. ഈ ലുസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ആദ്യമായിട്ടാണ് സുവിശേഷം മുഴങ്ങുന്നത്. അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ജാതികളിലേക്ക് കർത്താവായ യേശുക്രിസ്തു സുവിശേഷം വാരി വിതറുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച്, ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുന്നത് ഈ മുടന്തനായ, ഈ ഇതുവരെയും നടന്നിട്ടില്ലാത്തതായ വ്യക്തി കേട്ടു. സുവിശേഷം കേൾക്കാൻ ജീവിതത്തിൽ ലഭിക്കുന്നത് മഹാഭാഗ്യമായ ഒരു അനുഭവമാണ്. ഈ വചനം കേട്ടു, ആ വചനപ്രകാരം ജീവിക്കാൻ ഒരു തീരുമാനമെടുത്തു, കർത്താവായ യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചു എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് ജീവിച്ചിരിക്കുന്ന അനേകരെ ഈ കൂട്ടായ്മയിൽ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവർ പണ്ടേ ഈ ഭൂമിയിൽ നിന്ന് തീർന്നു പോകേണ്ടവരാണ്. പലതരത്തിൽ കടഭാരത്താൽ വലഞ്ഞ് ആത്മഹത്യ ചെയ്ത് കടന്നു പോകേണ്ടവരാണ്. രോഗത്താൽ വലഞ്ഞ് ആ രോഗം അവരെ മുറുകെ പിടിച്ച് ആ രോഗം മുഖാന്തരം മരിച്ചു പോകേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേരുടെ രോഗം മാറി, എത്രയോ പേരുടെ മാരകമായ ക്യാൻസർ രോഗം മാറി, എത്രയോ പേർ ദൈവരാജ്യത്തിലേക്ക് എത്തുന്ന മനോഹരമായ അനുഭവം ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഈ വചനം കേൾക്കാൻ ലഭിക്കുന്ന ഒരു അവസരം അത് മഹാഭാഗ്യമാണ്. കാരണം ഈ മുടന്തനായ വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചതായ, അവന്റെ ജീവിതത്തിൽ അവന് ലഭിച്ച ഏറ്റവും അസുലഭമായ
ഏറ്റവും പ്രധാനപ്പെട്ടതായ സമയമായിരുന്നു ഈ വചനം കേട്ടു എന്നുള്ളത്. പൗലോസ്ലീഹായുടെ നാവിൽ നിന്ന് സുവിശേഷം കേട്ടു എന്നുള്ളത് അവന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. കാരണം ഇത്രയും കാലമായിട്ട് അവൻ നടന്നിട്ടില്ല, ഇത്രയും വർഷമായിട്ട് അവൻ നടന്നിട്ടില്ല. ജനിക്കുമ്പോൾ തന്നെ കാലിന് ശേഷിയില്ലാതെ ജനിച്ചു. ദൈവത്തിന് സ്തോത്രം. എത്ര നിരാശയായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തി ജനിക്കുമ്പോഴേ, ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോഴേ നടക്കാൻ കെൽപ്പില്ലാതെ, കാലിന് ശേഷിയില്ലാതെ, ആരോഗ്യമില്ലാതെ, ദൈവത്തിന് സ്തോത്രം, നാം വായിച്ചത് ഇങ്ങനെയാണ്, ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഇരിക്കുന്ന ഒരു പുരുഷൻ. ഒരിക്കലും നടന്നിട്ടില്ല. അവന്റെ ജീവിതത്തിൽ സ്വന്തം കാലൂന്നി നടക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മൾ ഈ നടക്കാൻ കെൽപ്പുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ണിന്റെ കാഴ്ചയുള്ളവർക്ക് കണ്ണുകാഴ്ച ഇല്ലാത്തതിന്റെ അനുഭവം പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവൻ. ജീവിതത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ല. സ്വന്തം കാലിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കുന്നു. എത്ര വലിയ നിരാശയായിരിക്കും ഈ മനുഷ്യന്റെ ഉള്ളില്, എത്ര വലിയ വേദനയായിരിക്കും ഈ മനുഷ്യന്റെ ഉള്ളില്. എത്രയോ മനുഷ്യർ നടക്കുന്നു, അവന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർ നടന്നു പോകുന്നു. അവൻ ഇരിക്കുന്നതായ, ഒരുപക്ഷെ ഭിക്ഷയാചിച്ചിരിക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്നതായ ആ വഴിയുടെ അരികിൽ കൂടെ, ആ വഴിയിലൂടെ എത്രയോ ആളുകൾ നടന്നു പോകുന്നു, സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടക്കുന്നു, കുട്ടികൾ ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു. ഇതെല്ലാം അവൻ കാണുന്നുണ്ട്. പക്ഷെ അവന് സാധിക്കുന്നില്ല. ദൈവമക്കളെ, ജീവിതത്തിൽ നിരാശയോടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കിനി ജീവിതത്തിലൊരു മുന്നേറ്റമുണ്ടോ, എനിക്കൊരു എഴുന്നേൽപ്പുണ്ടോ, എനിക്കൊരു എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമോ, ഈ ജീവിതം തകർന്നുപോയി, എനിക്കിനി ഈ ജീവിതം ഒന്ന് പിടിച്ചെഴുന്നേൽക്കാൻ എനിക്ക് സാധിക്കുമോ, എനിക്കൊരു ജീവിതമുണ്ടോ, എനിക്കൊരു ഭാവിയുണ്ടോ എന്ന് ഓർത്തുകൊണ്ട് നിരാശപ്പെട്ട ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷ വചനം കേൾക്കുക. സത്യ സുവിശേഷത്തിന്റെ മുന്നിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഈ സുവിശേഷം നിങ്ങളെ നടത്തും. ഈ സുവിശേഷം നിങ്ങളുടെ പേര് ചൊല്ലി നിങ്ങളെ വിളിക്കും. ഈ സുവിശേഷം നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ആരോഗ്യം തന്ന്, ബലം തന്ന്, സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടക്കാനുള്ളതായ കെൽപ്പ്, ആരോഗ്യം, ആ അനുഭവം ഈ സുവിശേഷം നിങ്ങൾക്ക് തരും. എൻ്റെ ജീവിതത്തിന്റെ അനുഭവം നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. തകർന്ന് തരിപ്പണമായി പോയ ജീവിതം, ഭാവിയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ പോയ ജീവിതം. എന്നാൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം മനോഹരമായി നടത്തുന്നു, സന്തോഷത്തോടെ നടത്തുന്നു, ഐശ്വര്യമായി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാരണം എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടി. അന്ന് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിച്ചു. ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ യേശു എന്നെ ഉയർത്താൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ തകർന്നു കിടന്ന സകല മേഖലയിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു എന്നെ ഉയർത്താൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ മനുഷ്യൻ ഈ പൗലോസ് സംസാരിക്കുന്ന സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴോ ഈ സുവിശേഷം സംസാരിക്കുന്നതിനിടയിൽ പൗലോസിന്റെ കണ്ണ് ഈ മനുഷ്യന്റെ മേൽ പതിഞ്ഞു. അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ വളരെ ശ്രദ്ധയോടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് പൗലോസ് ശ്രദ്ധിച്ചു. പൗലോസ് അവന്റെ ഉള്ളിലുള്ളതായ ആഗ്രഹം, അവന്റെ ഉള്ളിൽ കിടക്കുന്നതായ വേദന, അവന്റെ ഉള്ളിൽ കിടക്കുന്നതായ നിരാശ പൗലോസ് കണ്ടു. കാരണം ജീവിതത്തിൽ ഇന്നവരെ നടന്നിട്ടില്ല. അവന്റെ ഉള്ളിലുള്ള ഒരു അദമ്യമായ ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്നത് പൗലോസ് ശ്രദ്ധിച്ചു. അവന് സൗഖ്യം പ്രാപിക്കാൻ ഒരാഗ്രഹം, എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കണം എന്നുള്ളതായ ഒരാഗ്രഹം അവന്റെ ഉള്ളിൽ കിടക്കുന്നത് പൗലോസ് തിരിച്ചറിഞ്ഞു. പരിശുദ്ധാത്മാവ് അത് കാണിച്ചു കൊടുത്തു. ഉടനെ പൗലോസ് എന്ത് ചെയ്തെന്നറിയാമോ? പൗലോസ് പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. ആരും കേൾക്കാതെ അവന്റെ അടുക്കൽ പോയി മാത്രമല്ല പറഞ്ഞത്, ആ ചുറ്റുപാട് നിന്ന പുരുഷാരം മുഴുവനും കേൾക്കത്തക്ക രീതിയിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക. നിന്റെ സ്വന്തം കാലിൽ ഇതുവരെയും നിന്നെ ചുമക്കാൻ മടി കാണിച്ചതായ, നിന്നെ ചുമക്കാൻ കെൽപ്പില്ലാത്ത, നിനക്ക് നടക്കാൻ കഴിയാത്ത ആ കാലുണ്ടല്ലോ, ആ കാൽ ഉപയോഗിച്ച് തന്നെ നീ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റു. ദൈവമക്കളെ, എവിടെ നിന്നാണ് ഈ ശക്തി വന്നത്? അതാണ് സുവിശേഷത്തിന്റെ ശക്തി, അതാണ് യേശുക്രിസ്തുവിന്റെ ശക്തി, അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഇത് അനുഭവിക്കാൻ നിങ്ങൾക്കൊരു ഭാഗ്യം കിട്ടട്ടെ, ഇത് കേൾക്കുന്ന ഏവർക്കും ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സത്യമായും നിങ്ങൾ വിശ്വസിക്കുക, യേശുക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നു, യേശുവിന്റെ ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. ദൈവമക്കളെ, അനേകർക്ക് സൗഖ്യം കിട്ടുന്നു, അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു, അനേകരുടെ ജീവിതം മാറുന്നു, അനേകർ പാപത്തെ ഉപേക്ഷിക്കുന്നു, ജീവിതത്തിലെ തെറ്റായ വഴികൾ ഉപേക്ഷിക്കുന്നു, ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ കടന്നു വരിക, നിങ്ങൾ വന്ന് ഈ വചനം കേൾക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആ മനുഷ്യനോട് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാനാ പറഞ്ഞത്.
പക്ഷെ എന്താ സംഭവിച്ചത്? 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നിൽക്കാനാ പറഞ്ഞത്, പക്ഷെ അവൻ കുതിച്ചെഴുന്നേറ്റു. അവന് ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നടക്കുകയാണ്. അവൻ നടക്കാൻ തുടങ്ങുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇത് വലിയ പുരുഷാരല്ലേ കണ്ടത്? വലിയ പുരുഷാരമാണ് കണ്ടത്. ദൈവമക്കളെ, ചുറ്റുപാട് നിൽക്കുന്നതായ ജാതികളായ മനുഷ്യരെ, അവർ ഈ സുവിശേഷം കേട്ടിട്ടില്ല. അവർക്ക് മനസ്സിലായി ഈ വന്നിരിക്കുന്നവർ സാധാരണക്കാരല്ല, ഈ സംസാരിച്ചവര് സാധാരണക്കാരല്ല, അവർക്ക് കുറെ ദൈവങ്ങളൊക്കെയുണ്ട്. ഇത് ഗ്രീക്ക് ചരിത്രമൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളതായ ഭാഗമാണ്. ഈ ബർണബാസിന് ഇന്ദ്രൻ എന്ന് പേര് കൊടുത്തു, അവരുടെ ഒരു ദേവനാണ്. അതുപോലെ തന്നെ പൗലോസ് മുഖ്യപ്രസംഗിയാൽ അവന് ബുധൻ എന്ന് പേര് കൊടുത്തു, അതും അവരുടെ ഒരു ദേവന്റെ പേരാണ്. ഇങ്ങനെ അവരുടെ ആ മതത്തിലെ അവർ അതുവരെയും വിശ്വസിച്ചതായ ഓരോ കാര്യങ്ങൾക്കും ഓരോ ദേവന്മാരാണ്. ഓരോ കാര്യങ്ങൾക്കും അവർക്ക് ഓരോ ദേവന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇവരെ കണ്ടപ്പോൾ ജാതികളുടെ ദൈവത്തിന്റെ പേര് അവർക്ക് കൊടുത്തു. കാരണം ഇവർ ഈ വന്നിരിക്കുന്നവർ ദേവന്മാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇവർ സാധാരണ മനുഷ്യരല്ലെന്നാണ് ഇവർ വിചാരിച്ചത്. എന്ത് സംഭവിച്ചു? 13-ാം വാക്യം നമുക്കൊന്ന് പെട്ടെന്ന് വായിക്കാം. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. നാടിളകി. കാരണം അവരുടെ കണ്ണാലെ ഇത്രയും വർഷമായി എഴുന്നേറ്റ് നടക്കാതെ അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു മനുഷ്യൻ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വന്നതായ ഒറ്റ വാക്കിന്റെ പേരിൽ എഴുന്നേറ്റ് നടക്കുകയാണ്. ജീവിതത്തിൽ ഇന്നലെ നടന്നിട്ടില്ലാത്തവൻ നടക്കുന്നു. അവന്റെ കാലിന് ശക്തി ലഭിച്ചു. അപ്പോൾ വന്നിരിക്കുന്നത് നിസ്സാരന്മാരല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ വലിയ മനുഷ്യരെ ആദരിക്കുന്നതിനും അവരെ ദേവന്മാരായി അവരോധിക്കുന്നതിനും അവരുടെ ക്ഷേത്രങ്ങളിലെ പുരോഹിതൻ തന്നെ പൂമാലകളും മറ്റു വസ്തുക്കളുമായിട്ട് കടന്നു വന്ന് യാഗം കഴിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് യാഗം കഴിക്കാൻ തുടങ്ങുകയാണ്. പൗലോസും ബർണബാസും ഇതറിഞ്ഞു. ഇങ്ങനെ തങ്ങളുടെ പേരിൽ യാഗം കഴിക്കാൻ പോവുകയാണെന്നും തങ്ങളെ ദേവന്മാരായി ഈ ദേശക്കാര് അവരോധിക്കാൻ പോവുകയാണ് എന്നും തങ്ങൾക്കിട്ട പേരും എല്ലാം കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ദ്രൻ എന്നും ബുധൻ എന്നും ഒക്കെ ഉള്ളതായ പേരിട്ടത് കേട്ടു. അവർ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് വായിക്കാം 14-ാമത്തെ വാക്യം. ഇത് അപ്പോസ്തലന്മാരായ ബർണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. അപ്പോസ്തലനായ പൗലോസും പിന്നെ ബർണബാസും ഇത് കേട്ടപ്പോൾ അവർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ ഇട്ടിരുന്ന വസ്ത്രം തന്നെ വലിച്ചു കീറിക്കൊണ്ട് ഈ ജനത്തിന്റെ ഇടയിലേക്ക് ഓടി വന്നു. ഈ പുരോഹിതന്റെ അടുക്കിലേക്ക് ഓടി വന്നു. തങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നതായ മനുഷ്യരുടെ ഇടയിലേക്ക് തങ്ങളുടെ പേര് പറഞ്ഞ് ജയ് വിളിക്കുന്നതായ, തങ്ങളുടെ പേര് പറഞ്ഞ് ക്ഷേത്രത്തിൽ യാഗം കഴിക്കാൻ വരുന്നതായ ആ മനുഷ്യരോട്, ആ പുരോഹിതനോട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? നിങ്ങൾ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന ഈ വിഗ്രഹാരാധനയുടെ ഭയാനകത നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്റെ ആ ചോദ്യത്തിന്റെ പിന്നിൽ ധാരാളം അർത്ഥമുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്തെന്നാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ വെച്ച്, ഈ ദൈവാലയത്തിന് എന്ന് വിളിക്കപ്പെടുന്ന ആലയത്തിൽ വെച്ച് യേശുക്രിസ്തുവിന് പകരം നിങ്ങൾ ഏത് മനുഷ്യന്റെ പേര് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഏത് മനുഷ്യനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് സമ സ്വഭാവമുള്ള മനുഷ്യരത്രേ. ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതായ ഒരു പുരുഷനില്ലേ, അവനാണ് ദൈവം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ജീവിച്ചൊരു വ്യക്തിയാണ്, ഈ ലോകത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ കണ്ടെത്തി. ആ യേശുവിനെയാണ്, ആ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ദൈവമക്കളെ, അന്ത്യകാലത്തെ മനുഷ്യൻ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. വളരെ വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്. യേശുക്രിസ്തുവിൽ നിന്ന് ശ്രദ്ധ മാറി ലോകത്തിൽ മനുഷ്യൻ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ തന്നെ ചില കെട്ടിടങ്ങളിലേക്കോ അതല്ലെങ്കിൽ ദൈവാലയങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ വിശുദ്ധന്മാരിലേക്കോ കബറിടങ്ങളിലേക്കോ തിരിയുന്നതായ ഒരു കാലമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്. അന്ത്യകാലത്തെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. അവർ യേശുവിനല്ല ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, അവർ മനുഷ്യർക്കാണ്, അവർ വ്യക്തികൾക്കാണ്. വ്യക്തികളെ ആദരിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കൂട്ടായ്മയ്ക്ക് അടിസ്ഥാനപരമായ ചില ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായി പ്രമാണങ്ങൾ ചിലത് ഈ കൂട്ടായ്മയ്ക്കുണ്ട്. അതിലൊന്നാണ് സഭ മാറരുത് എന്നുള്ളത്. ഈ കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കുന്ന ഏതൊരു വ്യക്തിയും അവർ നിൽക്കുന്നതായ സഭയിൽ തന്നെ,
അവർ ജനിച്ചു വളർന്നതായ സഭയിൽ തന്നെ, അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നതായ ദൈവാലയത്തിൽ തന്നെ പോകണം. അവർ സഭ മാറരുത്, പള്ളി മാറരുത്. അവനവൻ നിൽക്കുന്നതായ ആ സഭയെ അനുസരിച്ച് ജീവിക്കുകയും ഇതര സഭകളെ ബഹുമാനിക്കുകയും ചെയ്യുക, ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ഒരു സഭയ്ക്ക് പ്രാധാന്യം കൊടുത്തല്ല പോകുന്നത്. അവനവൻ ജനിച്ച സഭ ഏതാണോ അതിനെ ആദരിച്ചും അതിനെ ബഹുമാനിച്ചും അതിനെ അനുസരിച്ചും മുമ്പോട്ട് പോവുക. ഇതര സഭകളെ ബഹുമാനിക്കുക, ആദരിക്കുക. ദൈവമക്കളെ, മനുഷ്യരെ അല്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തെ അല്ല, ഏതെങ്കിലും ദൈവാലയത്തെ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതായ, എൻ്റെ മനസ്സിലേക്ക് വന്നതായ ഒരു കാര്യം ഒരു പുരോഹിതൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കൂട്ടായ്മയിൽ വരുന്നതായ, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം തന്നുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതൻ തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ. അപ്പോൾ അവിടെയുള്ളതായ ഒരു കുടുംബം, അവർക്കൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ ആ കുഞ്ഞിന് അവർ നേർന്നിരിക്കുകയാണ്. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ വിപ്ലവം പറയുകയാണെന്നോ ഏതെങ്കിലും വിശ്വാസത്തിന് ഞാൻ എതിരാണെന്നോ നിങ്ങൾ ചിന്തിക്കരുത്. ഉണ്ടായ സംഭവം പുരോഹിതൻ പറഞ്ഞത് ഞാനങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കുണ്ടായ കുഞ്ഞിനെ മാമോദീസ നടത്തണം, മാമോദീസ. അപ്പോൾ അവരുടെ പള്ളിയിൽ പറ്റില്ല, അവരുടെ പള്ളിയിൽ പോരാ. അവർക്ക് അങ്ങ് അകലെയുള്ളതായ ഒരു വിശുദ്ധന്റെ നാമത്തിലുള്ളതായ ആ ദൈവാലയത്തിൽ പോയി ഈ കുട്ടിയുടെ മാമോദീസ കഴിക്കണം. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: അപ്പോൾ നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും വന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ദൈവാലയത്തിലല്ലേ? അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു ദൈവം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവാലയത്തിൽ നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും വന്ന് ആരാധന അർപ്പിക്കുന്നു. ഈ ദൈവാലയത്തിൽ ഇല്ലാത്ത ഒരു യേശുവിനെ തേടിയാണോ നിങ്ങൾ ആ ദൈവാലയത്തിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുകയുണ്ടായെന്ന്. ദൈവമക്കളെ, നമ്മളുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? നമ്മൾ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ഇല്ലാതാക്കുന്ന ഒരവസ്ഥയല്ലേ ശക്തി എന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവാണ്. യേശു ഇല്ലാത്ത ഭക്തി, അതാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിലുള്ളത്. അനേകർ ഇന്ന് അങ്ങനെയാണ് ജീവിക്കുന്നത്. ദൈവമക്കളെ, ഈ സംഭവം എല്ലാം നടന്നു. അവിടെ യാഗം കഴിക്കുന്നത് തടഞ്ഞു. അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും തങ്ങളുടെ വേലയുമായിട്ട് മുമ്പോട്ട് പോകുവാണ്. അന്ന് വേറൊരു സംഭവം ഉണ്ടായി. ആ സമയത്ത് 19-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാരായ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നതായ ആ സോക്കോൾഡ് വിശ്വാസികൾ അഥവാ സോക്കോൾഡ് ദൈവഭക്തര്, അവര് വന്നിട്ട് ഈ പൗലോസിനെതിരെയും ബർന്നബാസിനെതിരെയും പ്രവർത്തിക്കുകയാണ്. അവിടുത്തെ ആളുകളെ കൂട്ടി സുവിശേഷത്തിനെതിരായി പ്രവർത്തിക്കുകയാണ്. സുവിശേഷത്തിനെതിരായി പ്രവർത്തിക്കുന്നത് എല്ലാ കാലത്തും അത് അവർക്ക് ദോഷമേ ചെയ്തിട്ടുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഇന്നും അവൻ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. അതിന്റെ തിക്തഫലം അവൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്ത് സംഭവിച്ചു? അപ്പോസ്തലനായ പൗലോസിനെ കല്ലെറിഞ്ഞു എന്ന് മാത്രമല്ല, അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അപ്പോസ്തലന്റെ ശരീരത്തിൽ മുഴുവൻ കല്ലുകൊണ്ട് ആ ശരീരം മുഴുവൻ കീറി, ശരീരത്തിൽ നിന്ന് ചോരയെല്ലാം ഒലിച്ച് തളർന്നു വീണു. ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചു. അത്രയ്ക്ക് കല്ലേറാ കൊടുത്തത്. ദൈവമക്കളെ, അപ്പോൾ അങ്ങനെ അവർ മടങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് തെറ്റാണ് അപ്പോസ്തലൻ ചെയ്തത്? യേശുവിന്റെ സുവിശേഷം പറഞ്ഞു എന്ന് മാത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു എന്ന് മാത്രം. ആ ദേശക്കാർക്ക് അതുവരെയും അറിയാതിരുന്നതായ യേശുവിനെ അവരുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തു. സത്യ സുവിശേഷം അവരോടൊന്ന് പറഞ്ഞു. കിട്ടിയതായ പ്രതിഫലം എന്താണ്? കല്ലേറ്. അപ്പോസ്തലൻ നിർത്തിയില്ല ദൈവമക്കളെ. ആ ശിഷ്യന്മാരെ അപ്പോസ്തലനെ മാറ്റി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പോസ്തലൻ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പോയി. എന്നാൽ വീണ്ടും അപ്പോസ്തലൻ അതേ സ്ഥലത്തേക്ക്, ഈ ലുസ്ത്രയിലേക്കും ഈ ദർബയിലേക്കും ഒക്കെ അപ്പോസ്തലൻ മടങ്ങി വരുന്നു. ആ മടങ്ങി വരുമ്പോൾ ആ ജനത്തോട് അപ്പോസ്തലൻ പറഞ്ഞ വാക്കാണ് 22-ാമത്തെ വാക്യം: വിശ്വാസത്താൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ദൈവമക്കളെ, വിശ്വാസികളായ സുവിശേഷകരായ ദൈവമക്കളോട് ദൈവത്തിന് സ്തോത്രം, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? കഷ്ടം സഹിക്കുവാൻ തയ്യാറാണോ? ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴേക്കും നിരാശപ്പെട്ട് എല്ലാം നിർത്തിപ്പോകുന്ന അനുഭവമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തെല്ലാം കഷ്ടങ്ങൾ ഒരു സുവിശേഷകന്റെ ജീവിതത്തിൽ വരാം.
സുവിശേഷ വേലയുടെ ഭാഗമാണ് കഷ്ടം അനുഭവിക്കുക എന്നുള്ളത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കിയിട്ടുണ്ടോ? ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ, ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവരുടെ ഇടയിൽ, സുവിശേഷകരുടെ ഇടയിൽ അനേക പിണക്കങ്ങള്, അനേക അസൂയകള്, പലതരത്തിലുള്ളതായ കുറ്റപ്പെടുത്തലുകള്, പെടലപ്പിണക്കങ്ങള്, ദൈവത്തിന് സ്തോത്രം, ചരടുവലികള്, നേതൃസ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതായ ചരടുവലികള്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സഭകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. സഭകൾ ഓരോ ദിവസവും എണ്ണം കൂടിക്കൂടി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. 10 പേര് കൂടുമ്പോൾ ഒരു പുതിയ സഭ. ദൈവമക്കളെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. നമ്മുടെ അവസ്ഥ എന്താണ്? ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായി വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞ ആ ഭയാനകമായ അവസ്ഥയിലേക്ക് ക്രിസ്ത്യാനി തന്നെ ഈ സഭയെ അധപ്പതിച്ച് കളയുകയല്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ വായിച്ച ഒരു കഥയാണ്. 2 സുവിശേഷകർ അവരുടെ ഭാര്യമാര് അവരുടെ ഭർത്താക്കന്മാരുടെ പാൻസ് കീറിപ്പോയ ഭാഗം തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാര്യ മറ്റേ ഭാര്യയോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് വളരെ നിരാശനാണ്. സഭയിൽ ആരും ഇപ്പോൾ പുതുതായിട്ട് വരുന്നില്ല, വരുന്നവർ തന്നെ കുറച്ചുപേരെ ആയി ചുരുങ്ങി. അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് വലിയ നിരാശയാണ്. അതുകൊണ്ട് വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹം മടി പിടിച്ച് സഭയുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. മറ്റൊരു സുവിശേഷകന്റെ ഭാര്യയാണല്ലോ. അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങളുടെ അവസ്ഥ അതല്ല. എൻ്റെ ഭർത്താവ് നല്ല ചുറുചുറുക്കോടുകൂടി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ വേലയ്ക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഭയിൽ അനേകർ കൂടിക്കൂടി വരുന്നുണ്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. നല്ല രീതിയിൽ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടമായി സഭ വളർന്നു വരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്. തുടർന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യത്തെ സ്ത്രീ തുന്നിക്കൊണ്ടിരുന്നത് ഭർത്താവിൻ്റെ പാൻസിന്റെ പിറകുവശമാണ്. എന്നാൽ രണ്ടാമത്തെ സ്ത്രീ തുന്നിക്കൊണ്ടിരുന്നത് ഭർത്താവിൻ്റെ കാലിന്റെ മുട്ട് വരുന്ന ഭാഗമാണ്. മുട്ടാണ് കീറിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം രണ്ടാമത് സഭ വളരുന്നു എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഭർത്താവ് മുട്ടിന്മേലിരിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ പാൻസ് കീറി. ആ പാൻസാണ് ആ സ്ത്രീ തുന്നിക്കൊണ്ടിരിക്കുന്നത്. മറ്റേയാൾ മടി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാക്ക് വശം കീറിപ്പോയത്. ദൈവമക്കളെ, ഇതിൽ നിന്ന് വേലക്കാരായ നമുക്ക്, സുവിശേഷകരായവർക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്കുള്ളതായ ഓരോ ചവിട്ടുപടിയായി, പരിശുദ്ധാത്മാവിൽ വളരാനുള്ള ഒരു ചവിട്ടുപടിയായി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുമോ? ഭക്തിയുടെ വേഷം നമുക്ക് ഉപേക്ഷിക്കാം. യേശുക്രിസ്തു എന്ന ഏക രക്ഷകനിലേക്ക്, യേശുക്രിസ്തു എന്ന ഏക സത്യദൈവത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവനെ മാത്രം നമുക്ക് ഉയർത്താം, അവനെ മാത്രം നമുക്ക് പ്രസംഗിക്കാം, അവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. മനസ്സാണോ? ജീവിതം യേശുവിന് കൊടുക്കാൻ സമ്മതമാണോ? എങ്കിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അന്ത്യകാലത്തോട് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, യേശുക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്നവരായി, യേശുക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്നവരായി നിൽപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ കർത്താവെ. അനേക കഷ്ടങ്ങൾ ഞങ്ങളുടെ നേരെ വരുമ്പോൾ സന്തോഷത്തോടെ അതിനെ അഭിമുഖീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. യേശുവെ, ഈ അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളതായ ആ കാലഘട്ടത്തിലേക്ക് വരുന്നതായ ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ഭാഗ്യം തരണമേ. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ വചനം കേട്ട് നിന്റെ സന്നിധിയിൽ ജീവിതം സമർപ്പിച്ച ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമീൻ.